സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആഗ്രയിൽ ന്യായ് യാത്രയിൽ പങ്കെടുക്കുകയാണ്. കോൺഗ്രസ് എസ് പി സീറ്റ് വിഭജനം പൂർത്തിയായതിന് പിന്നാലെയാണ് അഖിലേഷ് യാത്രയുടെ ഭാഗമായത്. പ്രിയങ്ക ഗാന്ധിയും യാത്രയിലുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് സംസാരിക്കുന്നത്. അല്പസമയം മുമ്പ് അഖിലേഷ് യാദവ് സംസാരിച്ച് പൂർത്തിയാക്കുകയും ചെയ്തു. രാജ്യത്തെ ജനാധിപത്യത്തെ ചെറുക്കുന്നതിന്, അതിനെ സംരക്ഷിക്കുന്നതിന് നരേന്ദ്രമോദി സർക്കാരിന് BJPയെ അധികാരത്തിൽ നിന്ന് തിരിച്ചു വരുന്നതിനെ തടയണം എന്നുള്ളതാണ് അഖിലേഷ് യാദവ് പറഞ്ഞത്. കർഷകർ പ്രതിസന്ധിയിലാണ്. കർഷകരെ അതിർത്തിയിൽ തടയുന്നുണ്ട്. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും, കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, യുവാക്കൾക്ക് തൊഴിൽ നൽകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. BJPയെ പരാജയപ്പെടുത്തൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്നാണ് അഖിലേഷ് യാദവ് തൻ്റെ പ്രസംഗത്തിലുടനീളം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളത്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. നോബൽ, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വലിയ ആവേശം നൽകുന്നതും കോൺഗ്രസിന് ചെറുതല്ലാത്ത ആശ്വാസം പകരുന്നതുമാണ് ഈ ദൃശ്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ട, അതായത് UPA മുന്നണിയുടെ ഭാഗമല്ലാതിരുന്ന, ഇന്ത്യയുടെ ഭാഗമായി നിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ആദ്യമായി ഇപ്പോൾ ന്യായ് യാത്രയിൽ പങ്കെടുക്കുന്നത്, അഖിലേഷ് യാദവ്. ഒപ്പം ഇതിലിപ്പോൾ ഡൽഹിയിലേക്ക് ഉൾപ്പെടെ കടക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കാനാകുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സീറ്റ് വിഭജനം ഉൾപ്പെടെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എന്തൊക്കെയാണ് അഖിലേഷ് പറഞ്ഞത്? അവിടെ ഒരു അന്തരീക്ഷം പൊതുവിൽ എങ്ങനെയാണ് ഉത്തർപ്രദേശിൽ? ബിനിൽ, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ന്യായ് യാത്ര തുടങ്ങിയതിനു ശേഷം വലിയ നേതാക്കൾ എന്ന് പറയാൻ തേജസ്വി യാദവ് മാത്രമാണ് ഈ യാത്രയുടെ ഭാഗമായി നമ്മൾ കണ്ടത്. മറ്റൊരിടത്തും, പ്രത്യേകിച്ച് മണിപ്പൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ, പശ്ചിമ ബംഗാൾ എത്തുമ്പോൾ മമതാ ബാനർജിയോ അത്തരത്തിൽ മുതിർന്ന നേതാക്കളൊന്നും ഈ യാത്രയുടെ ഭാഗമായിരുന്നില്ല. ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളുടെ നേതാക്കളിൽ നിന്ന് അഖിലേഷ് യാദവ് ഒഴികെ. നേരത്തെ തേജസ്വി യാദവ് മാത്രമാണ് ഈ യാത്രയിൽ ബീഹാർ വെച്ച് ഭാഗമായിരുന്നത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലേക്ക് എത്തുമ്പോൾ അഖിലേഷ് യാദവ് ഈ യാത്രയുടെ ഭാഗമായിരിക്കുന്നത്. ആഗ്രയിലാണ് ഇപ്പോൾ യാത്ര ഉള്ളത്. അവിടെ വെച്ചാണ് അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധിക്കൊപ്പം എന്താണെങ്കിലും വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് ആദ്യഘട്ടം മുതൽ തന്നെ ഇതിലേക്ക് ക്ഷണം ഉണ്ടെങ്കിൽ പോലും എത്താൻ തയ്യാറായിരുന്നില്ല. അതിന് പ്രധാന കാരണമായി നിലനിന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാകാതിരുന്നതായിരുന്നു. സീറ്റ് വിഭജനം പൂർത്തിയാകാതെ അഖിലേഷ് യാദവ് ഈ ചർച്ചയിലേക്കോ അല്ലെങ്കിൽ മറ്റ് ന്യായയാത്രയുമായി ബന്ധപ്പെട്ട പരിപാടികളിലേക്ക് എത്തില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും അതിനു പിന്നാലെ എത്രയും വേഗം സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതിനു പിന്നാലെയാണ് ഇപ്പോൾ അഖിലേഷ് യാദവ് എന്താണെങ്കിലും ന്യായയാത്രയിൽ പങ്കെടുത്തിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയും ഇന്നിപ്പോൾ യാത്രയിൽ ഉണ്ട്. രാവിലെ അലിഗഡിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇന്നിപ്പോൾ ആഗ്ര വരെയാണ് പര്യടനം നിശ്ചയിച്ചിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അഖിലേഷ് യാദവ് യാത്രയുടെ ഭാഗമായിരിക്കുന്നത്. യാത്രയിൽ എത്തി അഖിലേഷ് യാദവ് സംസാരിച്ചപ്പോഴും BJPക്കെതിരെ രൂക്ഷ വിമർശനം, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്നിപ്പോൾ നടത്തിയത്. BJP കട്ടാവോ ദേശ് ബച്ചാവോ എന്താണ്, അതായത് BJP പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്നായിരുന്നു അഖിലേഷ് യാദവ് ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പ്രധാനമായും പറഞ്ഞത്. അതിൽ പ്രധാനമായും അദ്ദേഹം ഉയർത്തിയത് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അവിടെ BJPയെ പരാജയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത്. കർഷകർ അതിർത്തിയിൽ അവരുടെ സമരമായി തുടരുന്നു. പലർക്കും ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ കർഷകരുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മിനിമം താങ്ങുവില എന്ന കർഷകരുടെ ആവശ്യം അംഗീകരിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്ത് തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലാണ് ഉള്ളത്. ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ അത് വലിയ രൂക്ഷമായി തന്നെ തുടരുകയും ചെയ്യുന്നു. തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തുമ്പോൾ പരിഹാരം ഉണ്ടാക്കും എന്നുകൂടി അഖിലേഷ് യാദവ് എന്താണെങ്കിലും മുന്നോട്ട് വയ്ക്കുകയാണ്. നിലവിൽ ഉത്തർപ്രദേശിലുള്ള യാത്രയ്ക്ക് വലിയ സ്വീകാര്യത ഇന്നിപ്പോൾ ലഭിച്ചിരിക്കുന്നു. ഇന്നലെയായിരുന്നു മൊറാദാബാദിൽ പ്രിയങ്ക ഗാന്ധി ഈ യാത്രയുടെ ഭാഗമായത്. ഇന്നും പ്രിയങ്ക ഗാന്ധി യാത്രയ്ക്കൊപ്പം തുടരുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഉത്തർപ്രദേശിൽ ഒരു ആവേശം ഉണ്ടാക്കാൻ അഖിലേഷ് യാദവിന്റെ സാന്നിധ്യം കൂടി സഹായിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. ജോഡോ യാത്രയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത്തരത്തിൽ വലിയ വാർത്തകളിലേക്കൊന്നും ഇടം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല എന്ന് നമ്മൾ ശ്രദ്ധേയമായി തന്നെ എടുത്തു പറയണം. എന്താണെങ്കിലും അഖിലേഷ് യാദവ് യാത്രയ്ക്ക് എത്തിയതോടുകൂടി തന്നെ യാത്രയ്ക്ക് പുതിയൊരു ഊർജ്ജവും അതോടൊപ്പം തന്നെ പുതിയൊരു തലത്തിലേക്ക് കൂടി യാത്ര എത്തുന്നു. ഉത്തർപ്രദേശിൽ കൂടുതൽ ആവേശം കോൺഗ്രസ് പ്രവർത്തകരിലും അതോടൊപ്പം തന്നെ സമാജ്വാദി പ്രവർത്തകരിലും ഉണ്ടാക്കിയെടുക്കാൻ യാത്രയെ കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഈ രണ്ട് പാർട്ടിയിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും കൂടുതൽ ഊർജ്ജം പകരുന്നത് കൂടിയാണ് ഇപ്പോൾ എന്താണെങ്കിലും യാത്രയിൽ ഉള്ളത്. നിലവിൽ യാത്ര ആഗ്രയിലാണ് ഉള്ളത്. 2017 അവസാനമായി സമാനമായ രീതിയിൽ തന്നെ അഖിലേഷ് യാദവും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഒരു യാത്ര അല്ലെങ്കിൽ ഒരു പര്യടനം ഉത്തർപ്രദേശിൽ നടത്തുന്നത്. അതും ആഗ്രയിലായിരുന്നു. 2017 ഫെബ്രുവരി 3 അത്തരത്തിൽ ഒരു യാത്ര അവിടെ നടന്നത്. എന്താണെങ്കിലും 7 വർഷങ്ങൾക്ക് ശേഷം രണ്ട് നേതാക്കളും ഒരു വേദിയിൽ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു യാത്രയിൽ ഒരുമിച്ച് പങ്കെടുക്കുന്നു എന്ന പ്രത്യേകത കൂടി എന്താണെങ്കിലും ഇന്നത്തെ ദിവസത്തിനുണ്ട്. തീർച്ചയായും ഇന്ത്യ സഖ്യത്തിന് വളരെ ആവേശം പകരുന്ന ഒരു ദിവസമായി തന്നെ ഇത് മാറിയിരിക്കുന്നു. സമാജ്വാദി പാർട്ടി പ്രവർത്തകരുടെയൊക്കെ വലിയ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. ബിനിൽ, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.